പ്രഭാത ഭക്ഷണത്തിന് ഞാൻ രാഷ്ട്രീയക്കാരെയും തിന്നാറുണ്ട്. വിവാദമായി മാറിയ ഈ പരാമർശം TN ശേഷൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഇന്ത്യയിൽ രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ തരികിട കാണിച്ചവരെ വിറപ്പിച്ച കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറായിരുന്നു തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ എന്ന TN ശേഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്ന് ഇന്ത്യക്ക് കാണിച്ചു കൊടുത്ത ശേഷൻ എന്നും ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ശേഷനെ എങ്ങനെ ഓർക്കാതിരിക്കും? 1990 ഡിസംബർ 12 മുതൽ 96 ഡിസംബർ 11 വരെ 6 വർഷമാണ് ശേഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറായിരുന്നത്. പക്ഷേ ആ 6 വർഷം കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ അദ്ദേഹം ഉടച്ചു വാർത്തു. ശേഷന് മുമ്പ് 8 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആ പദവി വഹിച്ചുവെങ്കിലും ജനങ്ങൾ അവരെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. ഉടഞ്ഞ കണ്ണാടിയിലൂടെ എന്ന ആത്മകഥയിൽ അതെല്ലാം ശേഷൻ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ട് നിന്നുള്ള ശേഷൻ്റെ ജൈത്രയാത്ര തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഉഴുതുമറിച്ചു എന്നതിൽ മാത്രമല്ല, IASലെത്തി കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി അടക്കം അദ്ദേഹം വഹിച്ച എല്ലാ പദവികളിലും പ്രകടമായിരുന്നു. അധികാരം അലങ്കാരമല്ല, പ്രയോഗിക്കാനുള്ളതാണെന്ന് ഓരോ വട്ടവും ശേഷൻ തെളിയിച്ചുകൊണ്ടിരുന്നു. തനിക്ക് മുന്നിൽ വന്ന പ്രതിബന്ധങ്ങളെ അദ്ദേഹം കണക്കിലെടുത്തില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹവുമായി ഉണ്ടായ അടുപ്പമാണ് ശേഷൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വഴിത്തിരിവായത്. പ്രധാനമന്ത്രിക്ക് നേരെയുണ്ടായ ഒരു ആക്രമണ ശ്രമത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയുക്തനായ ശേഷൻ വിവാദമായ റിപ്പോർട്ടാണ് നൽകിയത്. ആ റിപ്പോർട്ട് ഇഷ്ടപ്പെട്ട രാജീവ് ഗാന്ധി ശേഷനെ ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയാക്കി. തൻ്റെ വിശ്വസ്തനായതിനെ തുടർന്ന് ഡിഫൻസ് സെക്രട്ടറിയും ക്യാബിനറ്റ് സെക്രട്ടറിയുമാക്കി. എന്നാൽ രാജീവ് ഗാന്ധിക്ക് പദവി നഷ്ടമായതോടെ ശേഷൻ ആസൂത്രണ ബോർഡിലേക്ക് ഒതുക്കപ്പെട്ടു. ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകാൻ ശേഷനെ ക്ഷണിച്ചത്. ഹർവാർഡിൽ ശേഷൻ്റെ അധ്യാപകനായിരുന്നു സ്വാമി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ തിരിമറികൾ തൊട്ട് ബൂത്ത് പിടുത്തം വരെ അവസാനിപ്പിക്കാനാണ് തുടക്കത്തിലെ ശേഷൻ ശ്രമിച്ചത്. തന്നിൽ നിക്ഷിപ്തമായ അധികാരത്തിൻ്റെ വ്യാപ്തി അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഗവൺമെൻറ്റിന് മുകളിലാണ് തൻ്റെ പദവിയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിനത്തിൽ തന്നെ തൻ്റെ ഓഫീസിലെ ചുമരുകളിൽ നിന്ന് ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങൾ അദ്ദേഹം നീക്കി. കമ്മീഷൻ മതേതര നിലപാട് പുലർത്തണമെന്ന് ഈശ്വരവിശ്വാസിയായ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ജീവനക്കാരുടെ മേലുള്ള പരമാധികാരം തനിക്കാണെന്ന് അതിനെ എതിർത്ത രാഷ്ട്രീയ നേതൃത്വത്തെ അവഗണിച്ച് ശേഷൻ പ്രഖ്യാപിച്ചു. തുടർന്നുള്ള 6 വർഷം ശേഷൻ്റെ പടയോട്ടമായിരുന്നു. അതിശക്തമായ എതിർപ്പുകളും ശേഷൻ്റെ ചിറകരിയാനുള്ള നീക്കങ്ങളുമുണ്ടായി. ബീഹാർ, പഞ്ചാബ് തെരഞ്ഞെടുപ്പുകൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ശേഷൻ തൻ്റെ നിലപാടുകളിൽ നിന്നപ്പോൾ രാജ്യത്തെ പരമോന്നത നീതിപീഠം അദ്ദേഹത്തിനൊപ്പം ഒരു ഘട്ടത്തിൽ നിലപാടെടുത്തത് ശ്രദ്ധേയമായിരുന്നു. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ അക്രമം വ്യാപകമായപ്പോൾ കേന്ദ്രസേനയെ നിയോഗിക്കാൻ ശേഷൻ ഉത്തരവിട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതിനെ എതിർത്ത് രംഗത്തെത്തിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് നടപ്പാക്കാതെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് ശേഷൻ പ്രഖ്യാപിച്ചു. തൻ്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞുവെങ്കിലും ശേഷനെ തൊടാൻ കഴിയില്ലെന്ന ചിന്ത രാഷ്ട്രീയക്കാരിൽ അദ്ദേഹം ഉറപ്പിച്ചു. ഒടുവിൽ 2 കമ്മീഷണർമാരെ കൂടി വെച്ചുകൊണ്ട് മുഖ്യ കമ്മീഷണറെ ദുർബലനാക്കാൻ തീരുമാനം വന്നു. രാജ്യത്താദ്യമായി വോട്ടർ ID കാർഡ് നടപ്പിലാക്കിയത് ശേഷനായിരുന്നു. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനായി വിനിയോഗിക്കുന്ന പണത്തിനും അദ്ദേഹം പരിധി ഏർപ്പെടുത്തി. കൃത്യമായ കണക്ക് കമ്മീഷന് സമർപ്പിക്കാനും തീരുമാനമെടുത്തു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെ നിയോഗിച്ചു. വ്യക്തമായ കണക്ക് കാണിക്കാതിരുന്ന 1500ഓളം സ്ഥാനാർത്ഥികളെ 3 വർഷത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ മത്സരിക്കുന്നതിൽ നിന്ന് അദ്ദേഹം അയോഗ്യരാക്കി. 40,000ഓളം തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ ശേഷൻ നേരിട്ട് പരിശോധിക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകിയ 14,000 സ്ഥാനാർത്ഥികളെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ അയോഗ്യരാക്കുകയും ചെയ്തു. വിരമിച്ച ശേഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 1997 KR നാരായണനോട് മത്സരിച്ച് പരാജയപ്പെട്ടു. 1999 ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി LK അദ്വാനിക്കെതിരെ മത്സരിച്ചും തോറ്റു. ഭാര്യ ജയലക്ഷ്മി മരിച്ച് 1 വർഷത്തിന് ശേഷം 2019 ചെന്നൈയിലെ വസതിയിലായിരുന്നു ശേഷൻ്റെ അന്ത്യം.